എറണാകുളം പെരുമ്പാവൂർ ബസ് റൂട്ടിനോട് 100 മീറ്റർ മാത്രം ദൂരത്തിലായിട്ട് 3 സെൻറ്റ് 100 ലെങ്സ് ലാൻഡ് ഏരിയയിൽ 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. രാജഗിരി ഹോസ്പിറ്റൽ വളരെ അടുത്താണ്. ആലുവ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നീ ഭാഗത്തേക്കൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. ഇവിടുന്ന് പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബസ് റൂട്ടിനോടും അതുപോലെ തന്നെ ജംഗ്ഷനോടും വളരെ അടുത്തായിട്ടുള്ളൊരു വീടും കൂടിയാണ്. അപ്പോൾ ഇനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. മെയിൻ റോഡിൽ നിന്നും കടന്നു വരുന്ന റോഡ് 4 മീറ്റർ വൈഡ് റോഡാണ്. അതിന് ടൈല് വിരിച്ചിരിക്കുകയാണ്. കൊളോണിയൽ ഡിസൈനും കണ്ടംപററി പാറ്റേണും കൂടിയാണ് എലവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മതിലിലും ടെക്സ്ചർ വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്തും ഇത് ഈസ്റ്റുമാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് പോർച്ച് എന്നുള്ളത്. കിണർ വന്നിരിക്കുന്നതും നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ നല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണ്. വെള്ളത്തിനകത്ത് മോട്ടർ കിടക്കുകയാണ്. ഇത് കൂടാതെ തന്നെ മറ്റൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസും കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് ഒരു വാഹനവും കൂടി നമുക്ക് അങ്ങനെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ മൊത്തം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസോട് കൂടിയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരും. നടക്കാനുള്ള ഒരു സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വീടിനകത്തേക്ക് കയറുവാണ്. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. നേരെ അകത്തേക്ക് കയറാം. വീടിൻ്റെ ഡോറ് വന്നിരിക്കുന്നത് നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ്. വീടിൻ്റെ മുഖദർശനം വരുന്നത് കിഴക്കോട്ടുമാണ്. 2 പീസ് ഡോറാണ്. നല്ല മരത്തിൽ തീർത്ത ഡോറ് കൊടുത്തിട്ടുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള ആ പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ലിവിങ് സ്പേസിലാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ലിവിങ് സ്പേസാണ്. കോർണർ സോഫ സെറ്റ് ചെയ്യണം, ടീപ്പ് ഇടാം. ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. സൗത്ത് സൈഡിൽ ഓരോ പാളി ജനലാണ് വന്നുള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനലും കൊടുത്തിരിക്കുകയാണ്. അപ്പം നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടി. ഈ സൈഡായിട്ടാണ് TV സ്പേസ് വന്നുള്ളത്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ ഇവിടുന്ന് ഡൈനിങ്ങിലേക്ക് എൻ്റർ ആവുകയാണ്. അപ്പം മേലെ ഭംഗിയായിട്ടൊരു കവറിങ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റും വരുന്നുണ്ട്. ഇപ്പോൾ ഡൈനിങ് സ്പേസിലേക്ക് വന്നു. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസാണ്. ഇത് നോർത്ത് സൈഡാണ്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ്. ഇവിടെ ഒരു കോക്കറി ഷെൽഫ് വരുന്നുണ്ട്. ഒരു കൗണ്ടർ വരുന്നുണ്ട്. പ്രൊഫൈൽ LED സ്ട്രിപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഓപ്പൺ കിച്ചണായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ വാഷ് കൗണ്ടർ വന്നുള്ളത്. സ്ട്രെയിറ്റ് സ്ലാബിൽ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുകയാണ്. മേലെ വാഷ് ബേസും വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഇനി ഒരു മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഫാൻസി ലൈറ്റും തൂക്കിയിട്ടുണ്ട്. ടവൽ റാഡ് ഒരു സൈഡിൽ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സൈഡ് പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇൻവെർട്ടറും മറ്റും വെക്കാനുള്ളൊരു സ്പേസും കിട്ടുന്നുണ്ട്. നേരെ നമുക്കിനി കിച്ചണിലേക്ക് വരാം. കിച്ചൺ വരുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. അപ്പോൾ നോർത്തിലേക്ക് നമുക്ക് ഫുഡും ഹോബും ഒക്കെ വയ്ക്കാം. ഒരു ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ പോയിൻ്റൊക്കെ ധാരാളം കൊടുത്തിട്ടുമുണ്ട്. ഇത് കൂടാതെ ക്വാളിറ്റി ഉള്ളൊരു സിങ്കും 2 ടാപ്പും വന്നിട്ടുണ്ട്. വശങ്ങളിൽ കബോർഡ് വന്നിട്ടുണ്ട്. അപ്പം കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. നേരെ നമുക്കിനി ഇതിൻ്റെ വർക്ക് ഏരിയയിലേക്ക് വരാം. വർക്ക് ഏരിയ ഫുൾ ലെങ്ത്തായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാട്ടർ പോയിൻ്റ്, അതുപോലെ തന്നെ വേസ്റ്റ് ലൈൻ, ഇവിടെ പവർ പോയിൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീൻ വെച്ച് നമുക്ക് അലക്കി വിരിച്ചിടാൻ ഈ സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് മാസ്റ്റർ ബെഡ്റൂം എന്നുള്ളത്. ഏകദേശം ഒരു 14 അടി നീളവും 11 അടി വീതിയും ബെഡ്റൂമിന് വന്നിട്ടുണ്ട്. സൗത്ത് സൈഡും വെസ്റ്റ് സൈഡും ഫാൾ സീലിംഗ് വർക്ക്, LED ലൈറ്റുകൾ, ഒരു സൈഡിൽ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിൻ, ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്.
അപ്പോൾ നല്ലൊരു ബെഡ്റൂം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ വന്നിരിക്കുന്നത് വുഡിൻ്റെ ടെക്സ്റ്റുള്ള ടൈൽ പാറ്റേണിലാണ്. ഹാൻഡിൽ സ്റ്റീലിൻ്റെ ആണോ എന്നുള്ളത്. മേലേക്ക് കയറാം. ഇതൊരു ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ്. മേലെ പെർഗോള കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് നമുക്ക് ഡൈനിങ് സ്പേസിൽ കിട്ടുന്നുണ്ട്. അപ്പർ ലിവിങ് ആണ്. ഇതൊരു സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ടി വി യൂണിറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് ആയിട്ടൊക്കെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. അത്രയും സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ ഇവിടെയും വന്നിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് പോവാം. പതിനാലടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂം തന്നെയാണ്. സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. ഫാൾ സീലിംഗ് വർക്ക്, LED ലൈറ്റുകൾ, നല്ല കബോർഡ് വർക്ക്. ഇത് കൂടാതെ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമ്മളിതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. പതിനാലടി നീളവും 10 അടി വീതിയിലുള്ള ബെഡ്റൂമാണ്. ഇതിനും ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഒതുങ്ങി മാറിയിട്ടാണ് വാർഡ്രോബ്സ് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, 3-വേ മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഹീറ്റിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ മേലെ മാറ്റ് ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗം വരാം. അതായത് അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പോളികാർബണേറ്റ് ഷീറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. മേലെ ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ബാൽക്കണി വരുന്നത് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ട് തന്നെയാണ്. മേലെ ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിലും ടഫ് ആൻഡ് ഗ്ലാസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഊഞ്ഞാലൊക്കെ ഇടാനുള്ള സ്പേസും നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. ഭംഗിയുള്ളൊരു വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. മെയിൻ ബസ് റൂട്ടിനോട് വളരെ അടുത്തായിട്ടുള്ളൊരു വില്ലയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടും കൂടിയാണ്. 58 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 3 സെൻറ്റ് 100 ലിങ്സ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിണർ വരുന്നുണ്ട്. കൂടാതെ ഇത് കിഴക്കമ്പലം എന്ന് പറഞ്ഞൊരു പഞ്ചായത്തിലും കൂടി വരുന്ന വീടും കൂടിയാണ്. മെയിൻ ബസ് റൂട്ട് വളരെ അടുത്തും കൂടിയാണ്. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.